കുന്നംകുളത്ത് 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വൈദികനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്ന് ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് നിർദ്ദേശിച്ച് കൃഷി വകുപ്പ്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി മങ്ങാട് 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ചെങ്ങാലൂർ മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിര. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. കുന്നംകുളം ആർത്താറ്റ് ഹോളി ക്രോസ് വിദ്യാലയത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ഫെബിൻ കൂത്തൂരാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു അധ്യാപകൻ മർദ്ദിച്ചത്. ചെവിയിൽ പിടിച്ച് തൂക്കി 100 മീറ്ററോളം കുട്ടിയെ വലിച്ചിഴച്ച് സ്റ്റാഫ് റൂമിലെത്തിച്ചതിനു ശേഷം വടികൊണ്ട് ദേഹമാസകലം ക്രൂരമായി തല്ലുകയും കൈകളിൽ ബലമായി നുള്ളി തൊലിയെടുക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പാളിന്റെ കയ്യിലുണ്ടായിരുന്ന വടി പൊട്ടും വരെ കുട്ടിയെ മർദ്ദിച്ചെന്ന് മാതാപിതാക്കൾ പറയുന്നു. അവശനിലയിലായ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. അധ്യാപകനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുന്നംകുളം പോലീസ് കേസെടുത്തു. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. 2 പേരും അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ചരല് ബോൾ അടിക്കുമ്പോൾ തെറിച്ചു. തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി അതേപോലെ ചരല് തെറിപ്പിക്കുകയും ചെയ്തു. അത് കുട്ടികൾ തമ്മിലുള്ള ഒരു കളിയുടെ ഭാഗമായിട്ട് നീങ്ങണു. ആ സമയത്താണ് അച്ഛൻ ഇത് മുകളിലിരുന്ന് കാണുന്നത്. അച്ഛൻ വന്ന് 2 പേരുടെയും ചെവി പിടിച്ച് തൂക്കി കൊണ്ടുപോവുക ചെയ്തത്. തൂക്കി ഒരു 100 മീറ്ററോളം ചെവി തൂക്കി കൊണ്ടുപോയിട്ട് സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ അടി തുടങ്ങുകയാണ്. അടി തുടങ്ങുമ്പോൾ എൻ്റെ മോൻ കൈ കൂപ്പിയിട്ട് അച്ഛനോട് പറയണ ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയില്ല, കളിക്കില്ല എന്ന് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല. പുറം മൊത്തം അടിച്ചു തീർത്തു. കാലുമ്മി വടി പൊട്ടി കഴിഞ്ഞപ്പോൾ 2 കൈ മോൻ്റെ ഇടത്തെ കൈയിനെ നഖം കൊണ്ട് മാംസം നുള്ളിയെടുക്കുക ചെയ്തത്. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തളിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിയെ വാടാനപ്പള്ളി SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടന്ന കാവടി ഉത്സവത്തിനിടെ ഇരുവിഭാഗം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ഇതേ തുടർന്ന് 16-കാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം SIയും കണ്ടാൽ അറിയാവുന്ന 4 പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്ന് കുട്ടി പറഞ്ഞു. സംസാരിക്കുകയും അപ്പം പോലീസുകാർ വന്നിട്ട് എന്റെ ജീപ്പ് കയറ്റി എന്നെ പിടിച്ചിടിച്ച് എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ പിടിച്ച് ചെറുതിട്ട് അടിച്ച് പിന്നെ നെഞ്ചും പിടിച്ചിടിച്ച് നെഞ്ചടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല. കുറെ പറഞ്ഞ് ചാട്ടണം എനിക്ക് പറ്റണ്ടേ ഇങ്ങനെ പോയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് ലേഡി പോലീസ് എന്നിട്ട് എൻ്റെ മുഖത്തിലടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ പറഞ്ഞു അടിക്കലി എന്നാണ് അങ്ങനെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവിടെ നെഞ്ചുമേനും പുറമേ എടുക്കുന്നു. ഇവിടെയൊക്കെ എല്ലാം ഒരു അടിച്ചപ്പോൾ ഒരു ടൈം ചേട്ടു. മർദ്ദിച്ച് അവശനാക്കിയ കുട്ടിയെ പിറ്റേന്ന് ഉച്ചയോടെയാണ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചത്. നെഞ്ചിലും പുറത്തും ഏറ്റ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ശ്വാസമുട്ടലടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് മർദ്ദനത്തിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്ന് ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് കൃഷി വകുപ്പ് അധികൃതർ കർഷകർക്ക് മുന്നറിയിപ്പ് നൽകി.
വെള്ളം ലഭിച്ചില്ലെങ്കിലും ഉപ്പ് കലർന്ന വെള്ളം നൽകിയാലും നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങും. ഇതുമൂലം വെള്ളം ഇനിയും ആവശ്യമുള്ള പടവുകളിലെ കർഷകർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പൊണ്ണമുത കോൾപ്പാടം നടത്തിയ പരിശോധനയിൽ 3.3 ആണ് ഉപ്പിൻ്റെ സാന്ദ്രത. ഇത് 1-ൽ താഴെ മാത്രമേ ആകാവൂ. ഉപ്പിൻ്റെ സാന്ദ്രത ഇത്രയും അധികമുള്ള വെള്ളം പടവിലേക്ക് കയറ്റരുതെന്നും നെൽച്ചെടി കരിഞ്ഞു പോകുമെന്നും വിളവിനെ സാരമായി ബാധിക്കുമെന്നും കൃഷിവകുപ്പ് പറയുന്നു. പൊണ്ണമുത പടവിൽ നെൽകൃഷി ഇപ്പോൾ 80 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇനിയും 40 മുതൽ 45 ദിവസം വരെ വെള്ളം പടവിന് ആവശ്യമുണ്ട്. എലമുത, പടിഞ്ഞാറെ കരിമ്പാടം, കിഴക്കേ കരിമ്പാടം, മധുക്കര തുടങ്ങി വെങ്കിടങ്ങ്, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ 2000 ഏക്കറിലെ കൃഷിയെ ഇത് ബാധിക്കും. ഏനാമാവ് റെഗുലേറ്ററിന് സമീപം ഫെയ്സ് കനാലിൽ താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയതാണ് ഉപ്പുവെള്ളം പുഴയിൽ നിന്ന് ഫെയ്സ് കനാലിലേക്ക് കയറാൻ കാരണമെന്ന് പറയുന്നു. ഫെയ്സ് കനാലിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായതാണ് കർഷകരെ കുടുക്കിയത്. ഫെയ്സ് കനാലിലെ വെള്ളമാണ് പ്രദേശത്തെ കോൾച്ചാലുകളിലെത്തുന്നത്. ചിമ്മണി ഡാമിൽ നിന്ന് ശുദ്ധജലം കനത്ത തോതിൽ ഒഴുക്കിവിട്ടാലേ ഉപ്പിൻ്റെ സാന്ദ്രത കുറയ്ക്കാനാകൂ എന്നതാണ് അവസ്ഥ. ഫെയ്സ് കനാലിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ ഇനിയും ഡാമിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേർന്നാൽ കോൾബണ്ടുകളുടെ ബലക്ഷയം അപകട ഭീഷണി ഉയർത്തും. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ വിളവ് ഗണ്യമായി കുറയുകയും നെല്ലിന് തൂക്കമില്ലാത്ത അവസ്ഥയുമാകും. കഴിഞ്ഞ സീസണിലും ഇതായിരുന്നു സ്ഥിതി. ഇത്തവണയും കൊയ്ത്തു തുടങ്ങിയ പടവുകളിൽ വിളവ് കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. TCV ന്യൂസ്, പാവറട്ടി. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് എമിഗ്രേഷൻ ആക്ട്, വഞ്ചനാക്കുറ്റം, മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ ചുമത്തി മൂവരെയും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. റഷ്യയിൽ കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ഭാര്യ ജോയ്സിയുടെയും പരിക്കേറ്റ് വടക്കാഞ്ചേരി സ്വദേശി ജെയിനിന്റെ പിതാവ് കുര്യന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇലക്ട്രീഷ്യൻ ജോലി വാഗ്ദാനം ചെയ്താണ് ജെയിൻ, ബിനിൽ അടക്കം 6 പേരെ റഷ്യയിലെത്തിച്ചത്. 5 ദിവസം മുൻപാണ് ബിനിൽ കൊല്ലപ്പെട്ട വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം വീണ്ടും വാഹനാപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. ഉത്രാളിക്കാവിന് സമീപമുള്ള ഇറക്കത്തിലാണ് കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ ഓടയിലേക്ക് മറിഞ്ഞത്. സമീപത്തെ ദിശാബോർഡും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും തകർത്താണ് കാർ കാനയിലേക്ക് പതിച്ചത്. വടക്കേക്കാട് അഞ്ഞൂർ പിള്ളക്കാട് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ കോട്ടപ്പടി സ്വദേശി പൂങ്ങാട്ടു വീട്ടിൽ അഷ്റഫ്, തൊഴിയൂർ സ്വദേശി പാവൂക്കര വീട്ടിൽ അബൂബക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മങ്ങാട് 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് മുറിഞ്ഞു. കാറിന്റെ മുൻവശം തകർന്നു. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് മുറിഞ്ഞ് നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കാനയിലേക്ക് വീണു. കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചെങ്ങാലൂർ മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേനൽക്കാലത്ത് കാർഷികാവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിലനിർത്തുന്നതിനും ആരംഭിച്ച മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 40 വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് തുടർച്ചയായി പൊട്ടുന്നത്. വർഷങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മനക്കിലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ 1 മാസമായി പമ്പിംഗ് നിർത്തിയിരിക്കുകയാണ്. ഇതുമൂലം പ്രദേശത്തെ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. ജാതി, വാഴ അടക്കമുള്ളവ ഉണങ്ങി നശിക്കാൻ തുടങ്ങി. 1987 സ്ഥാപിച്ച 70 mm കോൺക്രീറ്റ് പൈപ്പുകൾ 20 വർഷത്തേക്കെന്ന വ്യവസ്ഥയിലാണ് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ കാലപ്പഴക്കം മൂലം ഇവ പലയിടത്തും പൊട്ടുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ കൊല്ലം സമാന സ്ഥിതിയുണ്ടായപ്പോൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം പരാതി നൽകിയിട്ടും പൈപ്പുകൾ മാറ്റാൻ നടപടിയുണ്ടായില്ല. പൈപ്പ് പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ചെയ്യുന്നത്. മണക്കൽ കടവിൽ നിന്നും കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 900 മീറ്റർ ദൂരെ മാറി കുഞ്ഞുപറമ്പിലാണ് വെള്ളം എത്തിക്കുന്നത്. ഇവിടെ നിന്നും ചെറുചാലുകൾ വഴിയും കനാൽ വഴിയുമാണ് ജലവിതരണം നടക്കുന്നത്. അടിക്കടി പൈപ്പ് പൊട്ടുന്നത് ജലവിതരണത്തെ ആകെ ബാധിക്കുന്നുണ്ട്. മണക്കിലക്കടവ് പമ്പ് ഹൗസിലെ 3 മോട്ടോറുകളിൽ 1 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്.
ജില്ലയിലെ ഏറ്റവും വലിയ പമ്പ് ഹൗസുകളിൽ ഒന്നായ മണക്കലക്കടവ് പമ്പ് ഹൗസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. ദേശീയപാത ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടാറുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടത്. 15 മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയുടെ ഇരുവശത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ ടോൾ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് CPM പ്രതിഷേധം. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, ഏരിയ കമ്മിറ്റി അംഗം KM വാസുദേവൻ, MV ഉദയൻ, MK സന്തോഷ്, EK രവി, TK ഹരിദാസ്, അതുൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ഈഴവർക്ക് നീതി നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പാർലിക്കാട് നടരാജഗിരിയിൽ ഗുരുദേവൻ സ്ഥാപിച്ച ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDPയെ തകർക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുകയാണ്. അതിൽ ഇടതും വലതുമുണ്ട്. ഈഴവർ ജാതി പറഞ്ഞാൽ അത് അനീതിയും മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയും ആകുന്നത് എങ്ങനെയെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. സംസ്ഥാനത്തെ ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ശ്രീനാരായണ ഗുരുദേവന്റെ മഹനീയ ദർശനങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. SNDP തലപ്പിള്ളി യൂണിയന്റെ കീഴിലുള്ള പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി TR രാജേഷ്, കൌൺസിലർ IG പ്രസന്നൻ, കാലടി സംസ്കൃത കലാശാല പ്രൊഫസർ MV നടേശൻ, യോഗം ബോർഡ് അംഗം VV ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഊട്ടുപുരയുടെ തറക്കല്ലിടലും ചടങ്ങിൽ നടന്നു. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പെരിങ്ങാട് ഗ്രാമഹരിത സമിതിയുടെ കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രിയുടെ കീഴിൽ പാവർട്ടി പഞ്ചായത്ത് 8-ാം വാർഡിൽ ഗ്രാമഹരിത സമിതിയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുവാൻ പെരിങ്ങാട് കൈരളി വായനശാലയിൽ ചേർന്ന യോഗമാണ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ കഴിയാതെ പിരിഞ്ഞത്. സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിൽ നിന്നും റേഞ്ച് ഓഫീസർ TP നദ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ D രഞ്ജിത് രാജ്, MV അനിൽകുമാർ എന്നിവരാണ് ഹരിതസമിതി യോഗം ചേരാനായി എത്തിച്ചേർന്നിരുന്നത്. 8-ാം വാർഡ് മെമ്പർ TA മണികണ്ഠനും സ്ഥലത്തെത്തിയിരുന്നു. ഷൈജു തിരുനെല്ലൂർ, UK രാധാകൃഷ്ണൻ, KD ജോസ്, താജുദ്ദീൻ കുരിക്കാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗത്തിൽ പങ്കെടുത്തവർ പ്രതിഷേധം അറിയിച്ചതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നത്. ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഹരിതസമിതി കമ്മിറ്റി തെരഞ്ഞെടുത്താൽ മതിയെന്ന് യോഗം തീരുമാനിച്ചു. 2017-ലാണ് ഹരിതസമിതി പെരിങ്ങാട് പ്രദേശത്ത് രൂപീകരിച്ചത്. വിവാഹ തിരക്കിലമർന്ന ഗുരുപവനപുരി. ക്ഷേത്രദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. മകരമാസത്തിലെ ആദ്യ ഞായറാഴ്ച 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് 5 വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 5 മുതൽ താലികെട്ട് ആരംഭിച്ചു. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കോയ്മമാരെയും മംഗളവാദി സംഘത്തെയും നിയോഗിച്ചിരുന്നു. വരനും വധുവുമടങ്ങുന്ന വിവാഹ സംഘത്തിന് വിശ്രമിക്കാൻ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ വിവാഹ സംഘത്തിലും ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. ക്ഷേത്ര ദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്.
തിരക്ക് കണക്കിലെടുത്ത് നിർമ്മാല്യ ദർശനം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാനും ഭക്തരുടെ സുരക്ഷയും കണക്കിലെടുത്ത് കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിരുന്നു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പിക്കപ്പ് വാൻ കത്തിനശിച്ചു. കോഴി വേസ്റ്റുമായി ഊരകം ഭാഗത്തേക്ക് പോയ വാഹനമാണ് കത്തിനശിച്ചത്. വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് തീ അണച്ചത്. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങി. ഉത്രാളിക്കാവ് പൂരപങ്കാളിയായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം ഉത്രാളിക്കാവ് പാടത്ത് നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു. എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ, ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ, ട്രഷറർ എം പി പ്രമോദ്, പൂരം ചീഫ് കോർഡിനേറ്റർ കണ്ണൻ തുളസി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, മുഖ്യരക്ഷാധികാരി വിജയൻ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം, പണവും മൊബൈൽ ഫോണും കവർന്നു. എറിയാട് പത്താഴപ്പുരയ്ക്കൽ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 10,000 രൂപയും മൊബൈൽ ഫോണും ബാഗും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കെട്ടിട ഉടമ ഷമീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വർഷത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ്. ഒരു രാവിലെ 7 മണിയാകുമ്പോൾ ജോലിക്ക് പോകും, വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അവർ പോയി, വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു 10,000 രൂപ, മൊബൈൽ, ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോയതായിട്ട് പറഞ്ഞു. നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പോൾ മെയിനായിട്ടുള്ളൊരു CCTV ക്യാമുണ്ട് അങ്ങോട്ട് കയറി പോകണം. അതിൽ പെടാതെ നമ്മൾ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടാണ് ഇവർ ഈ സംഭവം ചെയ്തേക്കണം. ഒരാളാണ്, അതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അയൽവാസിയുടെ വളർത്തുനായയുടെ ആക്രമണത്തിൽ 11-കാരിക്ക് ഗുരുതര പരിക്ക്. മുണ്ടത്തിക്കോട് തിരുത്തിപ്പറമ്പ് നീലോത്ത് വീട്ടിൽ നേഹയുടെ മകൾ അമ്മയ്ക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് കുട്ടിയും ചേച്ചിയും കൂടി വീടിന്റെ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ പാഞ്ഞുവന്ന നായ പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മുഖത്തും പുറത്തും കൈക്കാലുകളിലും നെഞ്ചിലും കടിയേറ്റു. ഒപ്പമുണ്ടായിരുന്ന 13 വയസ്സുള്ള ചേച്ചി നായയെ ബഹളം വെച്ച് വടിയെടുത്തടിച്ചും ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ നായ ചേച്ചിയെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം പരിക്കേറ്റ പെൺകുട്ടി തന്നെ നായയെ എടുത്തെറിയുകയായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമ്മ നേഹ എത്തിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖത്ത് പരിക്കേറ്റ പെൺകുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. മാള കുണ്ടൂർ പെരിഞ്ഞനത്ത് വീടിന് മുന്നിൽ നിന്നവർക്ക് നേരെ കുറുനരികളുടെ ആക്രമണം. ചുങ്കത്തുപറമ്പിൽ വിനോദിന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വിനോദിനൊപ്പം വീട്ടിൽ സംസാരിച്ചിരുന്ന KR സംജാദ്, തടിമുറ്റത്ത് ശരത് ബാബു എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. കാലിൽ പരിക്കേറ്റ ഇരുവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരികളുടെ ശല്യം വ്യാപകമാണെന്ന് വാർഡ് മെമ്പർ റോസ്മി രാജു പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സനോജ് വിളിച്ചിട്ട് പറഞ്ഞ് കുറുക്കൻ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടുന്ന് ഓടി വന്നുകൊണ്ട് സംജാതനെ പിടിച്ച് പെട്ടെന്ന് കടിച്ചു. അങ്ങനെ ഞാൻ പത്തലൊക്കെ എടുത്ത് അടിച്ചിട്ടും ഇതാനും ഒരു രക്ഷയുണ്ടായില്ല. കുറേ കടിയൊക്കെ അവനെ കടിച്ച്. എനിക്കൊന്നും പറ്റിയില്ല. അവനെ ചാലക്കുടി കൊണ്ടുപോയി ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തക്കുവിനെ കടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാരദമാണ്.
അഴീക്കോട് കടലിൽ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം കടവന്തര സ്വദേശി ദീപ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ആരാധന എന്ന മത്സ്യബന്ധന ബോട്ടാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്ന് പിടിയിലായത്. നിയമപരമായ അളവിലും കുറവ് വലിപ്പമുള്ള 5300 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യം പിടിച്ചെടുത്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലിത്തീറ്റ കമ്പനികളിലേക്കാണ് ചെറു മത്സ്യങ്ങൾ വ്യാപകമായി കയറ്റിപ്പോകുന്നത്. ബോട്ടുടമയിൽ നിന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ, സി റെസ്ക്യൂ ഗാർഡുമാരായ ഷെഫീഖ്, സിജീഷ്, സ്രാങ്ക് സന്തോഷ്, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരടങ്ങിയ സംഘമാണ് ബോട്ട് പിടികൂടിയത്. താമരപ്പള്ളി ചൊവ്വല്ലൂർ പടി റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മുരളി പെരുന്നെല്ലി MLA വിലയിരുത്തി. MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്നും അനുവദിച്ച 8 കോടി രൂപ ചെലവഴിച്ചാണ് താമരപ്പള്ളി ചൊവ്വല്ലൂർ പടി റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. റോഡിന് 6.7 കിലോമീറ്റർ ദൂരവും ശരാശരി 5.5 മീറ്റർ വീതിയുമാണുള്ളത്. ആകെയുള്ള 8 കൾവർട്ടുകളിൽ 3 കൾവർട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് ഉയർത്തി കാന നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമാണ് ബിറ്റുമിൻ ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ടാറിംഗ് പൂർത്തീകരിക്കുമെന്ന് റോഡ് പ്രവൃത്തികൾ സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. നബാർഡ് പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുകയാണ്. അതിൻ്റെ സൈഡ് കെട്ടി റോഡ് ഉയർത്തുന്ന പ്രവർത്തനം, ചില കൾവേർട്ടുകൾ പൊളിച്ച് പണിയേണ്ട പ്രവർത്തനം, DMBC നിലവാരത്തിൽ ടാറിംഗ് പ്രവർത്തനം, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടന്നു വരികയാണ്. ഇതിൻ്റെ BM വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. അത് കഴിഞ്ഞ് കൽവേർട്ടിൻ്റെ പണി കഴിഞ്ഞാൽ BC വർക്കും കഴിഞ്ഞാൽ ഈ റോഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായിട്ട് മാറാൻ പോവുക. പൂവത്തൂർ മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിന്റെ കാനകളുടെ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. മാമാ ബസാറിനടുത്തുള്ള കൾവർട്ടും നവീകരിക്കും. വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള ഭാഗങ്ങളിൽ റോഡ് ഉയർത്തും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെയും ടാറിംഗ് ആരംഭിക്കും. പാലത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി ഒരു ഗ്രാമം. നാടിന്റെ കൂട്ടായ്മയൊരുക്കി മുഴുവൻ കുടുംബങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിനും സംഘാടകർ ലക്ഷ്യമിടുന്നുണ്ട്. പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുക കേൾക്കുമ്പോൾ കൗതുകവും അതിശയവും തോന്നുന്നില്ലേ? എന്നാൽ ഒട്ടും അതിശയിക്കേണ്ട. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരു നാടിന്റെ പുരോഗമനത്തിന് ഒരു പാലം നിമിത്തമാകുക, അതാണ് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പാലം നിർമ്മിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. പ്രവാസിയായ അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയാണ് ശ്രദ്ധേയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും. ഇപ്പോൾ ഇതിന് 50 വർഷം തികയാണ്. വളരെ ആദർശമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് 50ാം വാർഷികം ആഘോഷിക്കാനുള്ളത്. അത് ഒരു റീസൺ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ വീടുകളെയും നമ്മളിതിൽ ആദരിക്കുകയാണ്. നമ്മുടെ ഗ്രാമീണ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ മെമൻറ്റോ കൊടുക്കുന്നുണ്ട്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആളുകൾ അത് അറിഞ്ഞിട്ട് ഇതിനൊരു വേൾഡ് റെക്കോർഡ് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആശയം പറഞ്ഞു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. 1971 മന്ത്രിയായിരുന്ന NK ശേഷനാണ് MLA ആയിരുന്ന ASN നമ്പീശന്റെ അഭ്യർത്ഥന പ്രകാരം പാത്രമംഗലം പാലത്തിന് ഫണ്ട് അനുവദിച്ചത്. പൊതുപ്രവർത്തകനായിരുന്ന TN നാമംഗലമാണ് പാലത്തിനു വേണ്ടി പരിശ്രമിച്ചത്. നാട്ടുകാരുടെ ശ്രമദാനവും മുതൽക്കൂട്ടായി. 1974 ഡിസംബറിൽ പണി പൂർത്തിയായ പാലം 1975 ജനുവരി 25-ന് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. TN നാമംഗലം എൻ്റെ മുത്തച്ഛനാണ്. TN നാമംഗലത്തിൻ്റെ ഒക്കെ ഒരു മുൻകൈ അതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ കാലത്ത് മന്ത്രിയായിരുന്ന ശേഷനായിരുന്നു
MLA ആയിട്ട് AS നമ്പീശനും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒത്തായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നതെന്നും അന്ന് കാലത്ത് ഇത് നമ്മുടെ പറമ്പ് കൃഷിയിലും കൃഷിപ്പണിയിലും മറ്റുള്ള വിവിധ മേഖലകളിൽ വളരെ കഴിവ് തെളിയിച്ചിരുന്ന ഒരുപാട് പാത്രമംഗലത്തെ ജനങ്ങൾ ഇതിന്റെ പിന്നിലെ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനം ഈ പാല നിർമ്മിതിയുടെ പിന്നിലുണ്ട്. വടക്കാഞ്ചേരി കേച്ചേരി പുഴയ്ക്ക് മീതെ ഗതാഗത സൗകര്യത്തോടു കൂടിയുള്ള പാലം വന്നതോടെ കാർഷിക വ്യവസായിക പഞ്ചായത്തായ വേലൂരിനെ അത് വലിയ മുതൽക്കൂട്ടായി. കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രമുള്ള പാത്രമംഗലവും പച്ചക്കറി നെൽകൃഷികളിൽ പേരുകേട്ട പുലിയന്നൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും കേച്ചേരി തൃശൂർ പാതയും ബന്ധിപ്പിക്കുന്ന എളുപ്പ മാർഗമാണ്. നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് 2 മഹാപ്രളയങ്ങളെ അതിജീവിച്ച പാലം പഴയകാല പ്രതാപത്തോടെ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയുള്ള മഹാഘോഷയാത്ര, പ്രഗത്ഭർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, ഗ്രാമത്തിലെ 350 കുടുംബങ്ങളെയും നിർമ്മാണത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇതോടൊപ്പം സദ്യയും കലാപരിപാടികളും ഉണ്ടാകും. ഈ ആഘോഷം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും സംഘാടകർ നടത്തുന്നുണ്ട്. പാലത്തിന്റെ 50ാം വാർഷികം പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് തിങ്കളാഴ്ച തൽസ്ഥാനം രാജിവെക്കും. കോൺഗ്രസിലെ മുൻ ധാരണപ്രകാരമാണ് രാജി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പായിരിക്കും അടുത്ത ചെയർമാൻ. VO പൈലപ്പിന് ശേഷം 2.5 വർഷം എബി ജോർജ് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്. മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ സമരപ്രഖ്യാപന പദയാത്ര ചാവക്കാട് ബീച്ചിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KH ഷാഹുൽ ഹമീദ, MS ശിവദാസ്, HM നൌഫൽ, അനിത ശിവൻ, PK കബീർ, അബ്ദുൾ സലാം, കരിക്കയിൽ ഷക്കീർ, അനീഷ് പാലയൂർ, PT ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് കൊമ്പൻ പിതൃകോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നടപ്പുര പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. വിവിധ ദേശകമ്മിറ്റികളുടെ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35 ഗജവീരന്മാർ അണിനിരന്നു. പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി എന്നീ നാടൻ കലാരൂപങ്ങളുടെ വേലവരവും ഉണ്ടായിരുന്നു. നിർമ്മാണം തുടങ്ങി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നന്ദിപുരം സ്വദേശി ചെതലൻ ജോസഫ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. പാലത്തിന്റെ അനുബന്ധ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഭാഗികമായുണ്ടായിരുന്ന ഗതാഗതവും അവതാളത്തിലായിരുന്നു. പാലത്തിന്റെ ഒരു വശത്ത് താഴ്ന്നുപോയ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. മട്ടത്തൂർ ഭാഗത്തേക്ക് ഗതാഗതം ഉറപ്പാക്കാൻ തൃശൂർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് മാർച്ച് 13 മാറ്റിവെച്ചു. എന്നാൽ അനുബന്ധ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് വാഹന ഗതാഗതത്തിന് യോഗ്യമാക്കണമെന്ന് പറഞ്ഞ കോടതി ഇനിയും പാലത്തിന്റെ അനുബന്ധ റോഡിൽ തകരാറുകൾ സംഭവിച്ചാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹർജിക്കാരന് അവകാശമുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാന ജലസേചന വകുപ്പ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സെൻട്രൽ സർക്കിൾ തൃശൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എന്നിവരെ എതിർകക്ഷിയാക്കി സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 2006 നബാർഡിന്റെ 4.75 കോടി രൂപ കൊണ്ട് ആരംഭിച്ച നന്ദിപുരം ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലം നിശ്ചിത സമയത്ത് പൂർത്തിയാകാതിരുന്നതോടെ
സർക്കാർ 7 കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പാലം പണി പൂർത്തിയായില്ല. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയും കാലതാമസവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. TCV പുതുക്കാട്. CPI ഒളരി ബ്രാഞ്ച് സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPI അയ്യന്തോൾ ലോക്കൽ കമ്മിറ്റി അംഗം KM മോഹനൻ അധ്യക്ഷത വഹിച്ചു. AIYF മേഖലാ സെക്രട്ടറി KM നിഷാദ്, ബ്രാഞ്ച് സെക്രട്ടറി AK മുരുകൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം CP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പീച്ചി കണ്ണാറയിൽ വയോധികനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണാറ സ്വദേശി കണിച്ചായിൽ രവി എന്ന് വിളിക്കുന്ന തങ്കപ്പനാണ് മരിച്ചത്. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കത്തിക്കുത്ത് കേസിലെ പ്രതിയെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മരുതയൂർ അമ്പാടി വീട്ടിൽ അതുൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. 2 മാസം മുൻപ് മരുതയൂർ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം മുഹമ്മദ് ആദിൽ എന്ന യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ 3ാം പ്രതിയാണ്. ബൈക്കിൽ പോകുന്നതിനിടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. മാസങ്ങളായി പ്രതി ഒളിവിലായിരുന്നു. മരുതയൂർ നേർച്ച ആഘോഷത്തിനിടെ ആനയുടെ 3ാം പാപ്പാനായി നടക്കുന്നതിനിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. SIU മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമി പാട്ടുവഴിയിലെ ഭാവവിസ്മയം എന്ന പേരിൽ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പരമൻ അന്നമനട ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ഗ്രാമിക അക്കാദമി ഡയറക്ടർ PK കിട്ടൻ അധ്യക്ഷനായി. സംഗീതജ്ഞരായ അന്നമനട ബാബുരാജ്, അഷ്ടമിച്ചിറ മുരളീധരൻ, കലാഭവൻ ഡെൻസൺ, ആര്യ സുഭാഷ്, ജോഷി ആന്റണി, KC സുനി, NP ഷിൻഡോ എന്നിവർ സംസാരിച്ചു. കാനാട്ടുകര സേവാ സദനത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ഷിപ്പ്യാർഡ് CMD മധു S. നായർ നിർവഹിച്ചു. ചടങ്ങിൽ സേവാസദനം പ്രസിഡന്റ് K. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ TS പട്ടാഭിരാമൻ, യോഗക്ഷേമം I. ഉണ്ണികൃഷ്ണൻ, S. ഉമ തങ്കച്ചി, NN ഹരിഹരൻ, കോർപ്പറേഷൻ കൌൺസിലർ P. സുകുമാരൻ, സേവാസദനം സെക്രട്ടറി K. ഗീത, എക്സിക്യൂട്ടീവ് അംഗം നാരായണൻ പൊറക്കാട്ട് എന്നിവർ സംസാരിച്ചു. ദുബായ് മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ കോൺക്ലേവ് ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച KA അബ്ദുൾ റഹ്മാന് വടക്കാഞ്ചേരി പൌരാവലി സ്വീകരണമൊരുക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ, ഫാദർ വർഗീസ് തരകൻ, അജിത് കുമാർ മല്ലയ്യ, PJ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ഹൈടെക് അങ്കണവാടി പാറളം ശാസ്താംകടവിൽ നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പാറളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച PV കുര്യൻ റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായിരുന്നു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന, ജനപ്രതിനിധികളായ TC മോഹനൻ, NB ജയ, ചെറുപുഷ്പം ജോണി, ശ്രീബിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലിക്കാവിൽ കാർണിവൽ കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണപുരം സ്വദേശി മണിലാൽ ഉൾപ്പെടെ 8 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മറ്റ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുൻകാല BJP പ്രവർത്തകൻ ലോകമലേശ്വരം പറപ്പുള്ളി ബസാർ അമൽ സുരേഷിനെയാണ് സംഘം ആക്രമിച്ചത്. എടമുട്ടം പാലപ്പെട്ടിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തിയായ അമൽ തനിക്ക് ലഭിച്ച സൌജന്യ പാസുമായി റൈഡുകളിൽ കയറാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ആട്ടുവഞ്ചിയിൽ കയറുന്നതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കത്തിനിടെ അമൽ മർദ്ദനത്തിനിരയാവുകയായിരുന്നു. തന്നെ ആക്രമിച്ചത് BJP പ്രവർത്തകരാണെന്ന് അമൽ പറഞ്ഞു.
സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി SNDP യോഗം മാള യൂണിയനും ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭയും ചേർന്ന് സംഘടിപ്പിച്ച പൊതുസമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PK സാബു അധ്യക്ഷനായി. യോഗം കൌൺസിലർമാരായ PK പ്രസന്നൻ, ബേബിറാം, യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ, സജീവ് കുമാർ കല്ലട, ശ്രീലത സിജു തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി ഇല്ലിമുട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കും. രാവിലെ 7-ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടിന്റെ കാർമ്മികത്വത്തിൽ അനുസ്മരണ ബലിയും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും നടക്കും. രാത്രി 11:30-ന് ടൗൺ അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും തിരുനാളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെയും ഭാഗമായി മതസൌഹാർദ്ദ സമ്മേളനം നടത്തി. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി സ്വാമി സദ്ഭാവാനന്ദ, ഫാദർ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം എന്നിവർ ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ അധ്യക്ഷത വഹിച്ചു. പൌരോഹിത രജത ജൂബിലി ആഘോഷിക്കുന്ന ഇടവകാംഗം ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ സമ്മേളനത്തിൽ ആദരിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, ട്രസ്റ്റി ഇഗ്നേഷ്യസ് തട്ടിൽ, കൺവീനർ തോമസ് അന്തിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷ മണികണ്ഠനെ അനുമോദിച്ചു. കടപ്പുറം ഇരട്ടപ്പുഴയിൽ നടന്ന അനുമോദന ചടങ്ങിൽ മുതിർന്ന BJP പ്രവർത്തകൻ ആലുങ്ങൽ നാരായണൻ പൊന്നാടയണിയിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, MK മോഹനൻ, സുനിൽ കരയിൽ, AV നാരായണൻ, കടപ്പുറം പഞ്ചായത്ത് ബൂത്ത് പ്രസിഡന്റുമാരായ കരിമ്പാച്ചൻ നാരായണൻ, AK പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വോളിബോൾ അസോസിയേഷനും ചാലക്കുടി വോളി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഇരുവിഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലാ ടീമിന് വിജയം. വനിതാ വിഭാഗം മത്സരത്തിൽ പാലക്കാടിനെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരാണ് കോഴിക്കോടിനോട് അടിയറവ് പറഞ്ഞത്. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് വിജയം. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. സനീഷ് കുമാർ ജോസഫ് MLA സമ്മാനദാനം നിർവഹിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വൈദികനെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്ന് ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് നിർദ്ദേശിച്ച കൃഷി വകുപ്പ്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി CP എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി മങ്ങാട് 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ചെങ്ങാലൂർ മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിര. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.